ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു ട്രാവലിംഗ് വ്ലോഗാണ്. തിരുനെല്ലി വഴി ഗുണ്ടൽപേട്ടിലേക്ക്. വയനാട് ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. കേരള ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാട്ടോ ഇത്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാട്ടോ ഇവിടെ ചുറ്റുമുള്ളത്. കേരളത്തിലെ പുരാതന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ദക്ഷിണ ഗയ എന്നും ദക്ഷിണ കാശി എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൽത്തൂണുകൾ. ധാരാളം കൊത്തുപണികളും ലിഖിതങ്ങളും ഈ കൽത്തൂണുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. 30 കൽത്തൂണുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കർക്കിടക ബാഹുബലിക്ക് പ്രസിദ്ധമായൊരു ക്ഷേത്രം കൂടിയാട്ടോ ഇത്. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഇവിടെ ബലിയർപ്പിക്കാറുണ്ട്. പാപനാശിനി കുളവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാട്ടോ കുട്ടേട്ടൻ്റെ കടയിൽ ഉണ്ണിയപ്പം. നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു കട കൂടിയാണിത്. ഇവിടുത്തെ ഉണ്ണിയപ്പം നമ്മൾ നോർമൽ കഴിക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്, നല്ല ടേസ്റ്റിയുമാണ്. അവിടെ നിന്ന് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലേക്ക്. സീസണൽ കൃഷിയാട്ടോ ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഓണത്തിന് വേണ്ടിയുള്ള പൂക്കളുടെ കൃഷിയാട്ടോ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ബന്ദിപ്പൂർ മുതുമല ഫോറസ്റ്റ് വഴിയാട്ടോ മടക്കയാത്ര. കാടിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ ഒരുപാട് ഇവിടെ കാണാൻ കഴിയും. ഈ വഴി ഊട്ടിയിലേക്കും പോകാവുന്നതാണ്. ഇവിടെ നിന്നും നാടുകാണി ചുരം ഇറങ്ങി നിലമ്പൂർ വഴി കൊച്ചിയിലേക്കെത്താം. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കേണ്ട സ്ഥലം കൂടിയാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ബൈ.